നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണടച്ച് കട്ടുതിന്നാൽ ആരും കാണുന്നില്ല എന്ന മാർജാര ബുദ്ധി പോലെ തന്നെയായിരുന്നു കേരളത്തിന്റെ മതേതര സമൂഹത്തിലേക്ക് അങ്ങേയറ്റം നിഗൂഢവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്നതുമായ ആസൂത്രിതമായ മത അജണ്ടകൾ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ചിലർ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടിരുന്നത്. പ്രബുദ്ധരെന്ന് വീരസ്യം പറയുന്നവരുടെ നെറുകയിൽ തന്നെ അത്തരം പ്രഹരങ്ങൾ ഏറ്റിട്ടും അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ആകാതെ അതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ഇത്തരം നിഗൂഢ വ്യാപാരങ്ങളെ താത്വികമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ലഹരി കൊണ്ടുള്ള കുരുക്കുകളും പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ട്രാപ്പുകളും. ഒരുപാട് സഹനങ്ങളുടെ ഒടുവിൽ പ്രതിഷേധിക്കാനും കൂടെയുള്ളവർക്ക് ആപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും കാര്യദർശികളായി ചിലർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഇല്ലാത്ത വർഗീയതയുടെ എക്കോസിസ്റ്റങ്ങൾ ഉയർത്തിയും വോട്ട് ബാങ്കുകൾ കാട്ടി രാഷ്ട്രീയക്കാരെ കൂടെ നിർത്തിയുമാണ് നിഗൂഢ അജണ്ടകളുടെ വ്യാപാരികൾ കളത്തിൽ ഇറങ്ങിയത്. ഇത്തരം തിന്മകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സഭാമക്കളുടെ സുരക്ഷിതത്വത്തിനായി ഇനീഷ്യേറ്റീവ് എടുത്ത ക്രൈസ്തവ സഭകളും നേതാക്കന്മാരും വേട്ടയാടപ്പെട്ടത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ചിലരുടെ ഇത്തരം ആസൂത്രിത അജണ്ടകൾ എല്ലാം 8 നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ലഹരിക്കണിയും അതിന്റെ പിന്നാലെ പ്രണയക്കണിയും ഇവിടെ നിർബാധം നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ സമൂഹം ഒരിക്കലും അത് ചർച്ച ചെയ്യാതിരിക്കാൻ അതിന്റെ വക്താക്കളും ഗുണഭോക്താക്കളുമായവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നതാണ് സത്യം. എന്നാൽ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി എന്ന വണ്ണം BJP നേതാവും മുൻ പൂഞ്ഞാർ MLA-യുമായ PC ജോർജിനെ പൂട്ടാൻ അവർ നടത്തിയ നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ ക്രൈസ്തവ സഭ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കിടിലൻ നീക്കത്തോടെ അത് അവർക്ക് ബൂമറാങ് ആവുകയും ലഹരിക്കണിയും പ്രണയക്കണിയും വീണ്ടും ചർച്ച ചെയ്യാൻ സമൂഹം നിർബന്ധിതരായിരിക്കുകയുമാണ്. ജയ്ഹിന്ദ് TV ചർച്ചയിൽ PC ജോർജ് നടത്തിയ വിവാദപരമായ പരാമർശത്തെ അദ്ദേഹം പിൻവലിക്കുകയും സമക്ഷത്തിൽ മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടും കലിയടങ്ങാത്ത പഴയ പോപ്പുലർ ഫ്രണ്ടുകാരായ SDPI-ക്കാരും ലീഗുകാരും ചേർന്ന് കേസുമായി മുന്നോട്ട് പോയാണ് PC-യെ റിമാൻഡിലാക്കിയത്. എന്നാൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ചികിത്സയും പുറമെ ജാമ്യവും നേടി പുറത്തിറങ്ങിയതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ KCBC മദ്യവിരുദ്ധ സമിതി പാലായിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ ലഹരിക്കണിയെക്കുറിച്ചും പ്രണയക്കുണിയെക്കുറിച്ചും ഉത്തമ ബോധ്യത്തോടെ ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. കുടുംബത്തിലേക്ക് പോവുക. നിങ്ങൾ കുടുംബം അതാണ് വലുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം. സന്ധ്യാപ്രാർത്ഥന, ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാവണം. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം. നീ എവിടെ പോയി? അവൻ പറയണം, കൊച്ച് ഞാൻ ഇന്ന് ഈ പെണ്ണിനെ കണ്ടു, അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു, അവൻ ഇന്നത് സംസാരിച്ചു, അവൻ്റെ വീട്ടിലേക്കാർ ഇന്നതുകൊണ്ട്, എന്ത് വായിക്കോട്ടെ. അപ്പനും അമ്മയും സൗമനസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം. സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. ജനം TV ചർച്ചയിലെ പരാമർശം പിൻവലിച്ച് മാപ്പപേക്ഷ നടത്തിയിട്ടും അത് പരിഗണിക്കാതെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ച് നിയമക്കുരുക്കിൽ ആക്കിയിട്ടും PC-യെ ജയിലിൽ അടയ്ക്കാൻ കഴിയാതെ പോയതിന്റെ ഇച്ഛാഭംഗം തീർക്കാൻ PC വാ തുറക്കുന്നത് നോക്കി തക്കം പാർത്തിരുന്നവർ ഈ പ്രസംഗത്തിന്റെ അറ്റത്ത് പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ രംഗത്തിറങ്ങിയതോടെയാണ് കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയും ലവ് ജിഹാദ്, പ്രണയക്കണി വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമായത്. സത്യത്തിൽ ചില വർഷങ്ങൾക്കപ്പുറത്ത് കുറവിലങ്ങാട് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന കുർബാനയിൽ ശുശ്രൂഷ നടത്തുമ്പോൾ ലഹരിക്കണി എന്ന നാർക്കോട്ടിക് ജിഹാദിന്റെ ദൂഷ്യവശങ്ങളെ കരുതിയിരിക്കാൻ പാലാ ബിഷപ്പായ കല്ലറങ്ങാട്ട് പിതാവ് നടത്തിയ ബുദ്ധിയുപദേശത്തെ വളച്ച് ഒടിച്ച്
വർഗീയ പരാമർശമാക്കി മാറ്റിയാണ് ചില പ്രതിലോമ ശക്തികളും അവരുടെ വോട്ട് ബാങ്കിലേക്ക് കണ്ണും നട്ട് അധികാരത്തിന്റെ അപ്പം രുചിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയ ചില രാഷ്ട്രീയ തൊഴിലാളികളും അന്ന് ആവത് ശ്രമിച്ചത്. പാലായിലെ KCVC സമ്മേളനത്തിലും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതിന്റെയും എന്നാൽ കുടുംബത്തിലും സന്ധ്യാപ്രാർത്ഥന നടത്തേണ്ടതിന്റെ ആവശ്യകതയും അനിവാര്യതയും കുറിച്ച് ക്രൈസ്തവ യുവജനങ്ങൾക്ക് ബുദ്ധിയുപദേശം നൽകുക മാത്രമായിരുന്നു PC ജോർജ് ചെയ്തത്. എന്നിട്ടും അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും പിന്നാലെ യൂത്ത് ലീഗും പിന്നെ കുറെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരും കടലാസുമായി അങ്ങ് രംഗത്തേക്ക് പാഞ്ഞ് ഇറങ്ങുകയായിരുന്നു. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, തങ്ങളുടെ നിഗൂഢ വൃത്താന്തങ്ങളെ കുറിച്ച് ആരും അറിയാൻ പാടില്ല. ലവ് ജിഹാദ് ആരും ചർച്ച ചെയ്യരുത്. അതിനുവേണ്ടി അവർ PC ജോർജിനെ കേരള സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ അങ്ങേയറ്റം ആസൂത്രിതമായ നീക്കങ്ങളുമായി രംഗത്ത് ഇറങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തരം വർഗീയ ശക്തികൾ ഓലപ്പാമ്പുകളെ ഇറക്കുമ്പോൾ തന്നെ പേടിച്ച് ഓടിയൊളിക്കുന്ന കാലം കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധവും വസ്തുതാപരമായ കാര്യങ്ങൾ അനാവരണം ചെയ്ത് PC-ക്ക് ശക്തമായ പിന്തുണയും നൽകിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ കരുത്തുറ്റ സാരഥികൾ രംഗത്ത് എത്തിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന മാരക ലഹരിയുടെ വിപത്തിനെ കുറിച്ചും പ്രണയക്കണികളുടെ അങ്ങേയറ്റം നിഗൂഢവും ഭീകരവുമായ പ്രവർത്തനങ്ങളെ കുറിച്ചും PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കിയ സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ PC ജോർജിന് ശക്തമായ പിന്തുണ നൽകുകയും PC ഉന്നയിച്ച ലഹരി പ്രണയക്കണി വിഷയങ്ങളിൽ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലഹരിക്കണിയെ കുറിച്ച് പണ്ട് പാലാ പിതാവ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് അങ്ങേയറ്റം വളച്ചൊടിച്ച് പിതാവിനെ ആക്രമിച്ചവർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് ലഹരിക്കണിയിലൂടെയും അതിന്റെ പിന്നാലെ വരുന്ന പ്രണയക്കണിയിലൂടെയും നടമാടുന്ന ഭീകര തിന്മകളുടെ പരമ്പര തന്നെയായിരുന്നു. എവിടെയെങ്കിലും മയക്കുമരുന്നുമായി കുറെ ആൺകുട്ടികൾക്കൊപ്പം ഒരു പെൺകുട്ടിയും പോലീസിന്റെ വലയിൽപ്പെട്ടാൽ ആ പെൺകുട്ടി മാത്രം ഹൈന്ദവ ക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ടയാളായിരിക്കും. തൊടുപുഴയിൽ യൂനുസ് റസാക്കിനൊപ്പം കോതമംഗലംകാരിയായ അക്ഷയ ഷാജി എന്ന 22-കാരി അറസ്റ്റിലായപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ഇവൻ എന്നെ ചതിച്ചതാണ് എന്ന് പറയുന്നത് കേട്ട് കേരളം മുഴുവൻ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. പിന്നാലെ പാലക്കാട്ട് നിന്ന് ആൻസി എബ്രഹാം എന്ന പെൺകുട്ടിയും അതിനു മുൻപും പിൻപുമായി കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും നിരവധി പേരും നാർക്കോട്ടിക് കടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതുള്ളത് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ പച്ചയായ സത്യങ്ങളാണ്. ഒടുവിൽ ആശ്വാസ്യമല്ലാത്ത പ്രവണതകളുടെ തമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് സരോവരം പാർക്കിൽ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് ബലാത്കാരമായി മതം മാറ്റാൻ പ്രേരിപ്പിച്ച സംഭവവും ഈ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള കൈച്ചൂണ്ട് പലകകളായി തന്നെ നിലനിൽക്കുകയാണ് എന്നോർക്കണം. ഈ സംഭവങ്ങളൊന്നും തെളിവില്ലാത്തതായി തള്ളിക്കളയാൻ ലഹരിക്കണിക്കും പ്രണയക്കണിക്കും തെളിവ് ചോദിക്കുന്ന ആരും മുതിരില്ല. ആ സാഹചര്യത്തിലാണ് മാരക ലഹരി ഉപയോഗത്തിൽ നിന്ന് റിക്കവറായി വരുന്ന തൃശൂർ വടക്കാഞ്ചേരിക്കാരനായ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ മുഖം മറയ്ക്കാതെ തന്നെ ഒരു പ്രമുഖമായ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പെൺകുട്ടികളെ പ്രണയക്കണിയിൽ വീഴ്ത്തിയിട്ട് അവർക്ക് ജ്യൂസിൽ മാരകമായി രാസലഹരി കലർത്തിക്കൊടുത്ത് എന്നേക്കുമായി ലഹരിക്ക് അടിമകളാക്കി മാറ്റുന്ന ഒരു ലഹരി മാഫിയ തന്നെ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇത്തരം മാഫിയകളുടെ കെണിയിൽ വീണുപോയ നിരവധി പെൺകുട്ടികളെയും സദാ ലഹരിക്ക് അടിമകളായി പോയ ആൺകുട്ടികളെയും തനിക്ക് അറിയാമെന്നുമുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ ഷഹബാസ് നടത്തുകയുണ്ടായത്. എൻ്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDMA എന്ന് പറയുന്നത് നമുക്ക് സ്നെഫ് ചെയ്യാം, ഒന്ന് മൂക്കിൽ വലിച്ചു തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസിൽ 2 കല്ലിട്ട് കൊടുത്ത ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പോൾ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാണ്. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഷഹബാസിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ നിരവധി യുവാക്കളും ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിന്റെ വർത്തമാനകാല സ്ഥിതിഗതികൾ.
മക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കന്മാരുടെയും മനസ്സിലേക്ക് ഇടിത്തീയായി പതിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളെ കരുതിയിരിക്കണമെന്ന് തന്നെയാണ് പണ്ട് പാലാ പിതാവും ഇപ്പോൾ PC ജോർജും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രസ്തുത സമ്മേളനങ്ങളിൽ അഭിസംബോധന ചെയ്തത് ക്രൈസ്തവരെയാണെങ്കിലും ഈ ജാഗ്രതാ നിർദ്ദേശം ക്രൈസ്തവർക്ക് മാത്രമല്ല, മക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും വേണ്ടിയുള്ളതാണ്. മനസ്സ് പതറാനിടയുള്ള യൗവന പ്രായത്തിന്റെ ദൗർബല്യങ്ങളെ പരമാവധി മുതലെടുത്ത് പ്രണയത്തിന്റെ കെണികൾ ഒരുക്കിക്കൊണ്ട് സുന്ദരമായ മുഖങ്ങൾ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിൽ നിഗൂഢമായി നിൽക്കുന്നത് ആസൂത്രിത പ്രണയക്കെണിയുടെ ചൂണ്ടക്കുരുക്കുകളാണോ അല്ലയോ എന്ന് എട്ടും പൊട്ടും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈയാമ്പാറ്റകളെ പോലെ അവർ ചെന്ന് കേറി പെട്ടുപോകും. ഈ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് നടമാടുന്ന പ്രണയക്കെണികളെ കുറിച്ചുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ ആദ്യം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VS അച്യുതാനന്ദൻ ആയിരുന്നു എന്നോർക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ലവ് കൊണ്ടുള്ള ജിഹാദ് ഇല്ല എന്ന് പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് 2 പെൺകുട്ടികളെ കാണാതായ പശ്ചാത്തലത്തിൽ അവരുടെ പേരൻസ് സമർപ്പിച്ച ഹെബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടെയാണ് ലവ് ജിഹാദ് എന്ന പദം ഉണ്ടാകുന്നത്. അന്ന് സിംഗിൾ ബെഞ്ചിൽ ഉപവിഷ്ടനായിരുന്നത് ജസ്റ്റിസ് KT ശങ്കരൻ ആയിരുന്നു. അദ്ദേഹം ഉടനെ ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടി അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് കൊടുത്ത റിപ്പോർട്ടിലാണ് ലവ് ജിഹാദ് എന്നൊരു പ്രക്രിയയില്ല, മറിച്ച് പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങളോടെ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായത്. അതായത് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾക്ക് കൂട്ടുകാരികളിലൂടെ ഇസ്ലാം മതത്തിന്റെ പാഠഭേദങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ നൈസർഗിക വിശ്വാസത്തെ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്നവരുടെ മുന്നിലേക്ക് ഈ റാക്കറ്റുകളുടെ കണ്ണികളായ ഇസ്ലാം മതസ്ഥരായ ചെറുപ്പക്കാർ കടന്നുവന്ന് പ്രണയം വെളിപ്പെടുത്തുകയും അത്തരത്തിൽ അവരെ കെണിയിൽപ്പെടുത്തുകയും നേരെ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന സത്യസരണിയിൽ കൊണ്ടുചെന്ന് അവരുടെ വേഷവും ഭൂഷവും പേരും എല്ലാം മാറ്റി പരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനോടകം അവരുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും മാതാപിതാക്കന്മാരെ തള്ളിപ്പറയാൻ പാകത്തിൽ അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നും അത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് കേരളത്തിൽ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് എന്നും ഇത്തരത്തിൽ 5600ഓളം അന്യമതസ്ഥരായ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലും ഇന്ന് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടന നടത്താനിരുന്ന ഫ്രീഡം പരേഡ് വിവാദമായ പശ്ചാത്തലത്തിലുമായിരുന്നു 2010 ജൂലൈ 24-ന് ദില്ലിയിൽ വെച്ച് VS അച്യുതാനന്ദൻ പ്രവചന ദീക്ഷയുള്ള ഈ പ്രസ്താവന പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷമുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ VS പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ. VS പ്രസ്താവന നടത്താൻ കാരണമായ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന വിശാലമായ സഖ്യം രൂപീകരിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങളുടെ സംക്ഷിപ്ത രൂപമായി പുറത്തിറക്കിയ വിഷൻ 2047 എന്ന ബുക്ക്ലെറ്റിൽ 2047 ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ അവലംബിക്കേണ്ട തന്ത്രങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നതും കൂട്ടി വായിക്കുമ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞത് എത്ര കൃത്യമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കാലങ്ങൾക്കിപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ കെട്ടിപ്പൂട്ടുകയും ഭീകരവാദികളായ അതിൻ്റെ നേതാക്കന്മാരെ എല്ലാം തുറുങ്കിലടയ്ക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് കേരളത്തിൽ പോലീസ് ചീഫായിരുന്ന TP സെൻകുമാറും മുതിർന്ന IPS ഉദ്യോഗസ്ഥയായിരുന്ന R ശ്രീലേഖയും ഈ യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലവ് ജിഹാദിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ 2 കേസുകൾ DGP എന്ന നിലയിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു.
അത് മാത്രമല്ല, അതിന് മുമ്പ് നടന്ന പല കേസുകളിലും അതെല്ലാം IS-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് ഇല്ല എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ടും ശരിയല്ല. ഇത്തരത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ആർ ശ്രീലേഖ IPS-ന് തൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രണയക്കണി എന്ന ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടതായി വന്നു. ഞെട്ടിക്കുന്ന ആ വിവരണങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ, ചില സെന്ററുകളുണ്ട്, സലാഫി സെന്റർ എന്ന് പറയും. തിരുവനന്തപുരത്ത് വേണമുണ്ട്, സ്റ്റാച്യൂവിൽ ഒരു സലാഫി സെന്റർ ഉണ്ട്. എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ 2-3 എണ്ണം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച്, എല്ലാമല്ല ചിലതാണ്, അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും, ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത്, നല്ല രൂപ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, മാനേജ്മെന്റ് കോട്ടായിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവരെ പഠിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഇവര് പ്രണയം നടിച്ചാൽ, ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല, കല്യാണം കഴിച്ചാൽ പോലെ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവര് കണ്ടീഷൻസ് വെക്കുന്നു. ഇവർ പറയുന്നു, ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം, നിന്റെ പേര് മാറ്റണം, നീ മുഖത്തൂടെ പർദ്ദയിടണം, തട്ടം ധരിക്കണം. കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ്, അവിടെ പോയി നീണ്ട ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് കൊണ്ടുപോയി ചേർക്കുന്നു. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണമെല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു തുടങ്ങുന്നതുമൊക്കെ. ഇപ്പൊ പലർക്കും അതൊക്കെ അരോചകമാവാറുണ്ട്, അവിടുത്തെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്ന ഈ 2 വ്യക്തികളും പറഞ്ഞ വാക്കുകൾ BS അച്യുതാനന്ദൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. BS-ന്റെ പ്രസ്താവനയെ അവസരം പോലെ തള്ളുകയും കൊള്ളുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ CPM കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. BS-ന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് അന്ന് വിജയരാഘവൻ എന്ന CPM നേതാവ് രംഗത്ത് വന്നുവെങ്കിലും പിന്നീട് കോഴിക്കോട് തിരുവമ്പാടി കോടഞ്ചേരിയിൽ ജോയ്സി എന്ന ക്രിസ്തീയ പെൺകുട്ടിയുടെ ഒളിച്ചോട്ട കല്യാണവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയിലെ മുതിർന്ന CPM നേതാവായ ജോർജ് M. തോമസ് ഈ യാഥാർത്ഥ്യത്തെ സാധൂകരിച്ച് രംഗത്ത് വന്നത് CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച നയരേഖയിലെ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നിട്ടും ജോർജ് M. തോമസിന് കിട്ടിയത് പാർട്ടി വക അച്ചടക്ക നടപടിയായിരുന്നു എന്നോർക്കുക. ഈ പശ്ചാത്തലത്തിൽ ലഹരി, പ്രണയക്കണി കാര്യങ്ങളെ മുഴുവൻ അവലംബിച്ചുകൊണ്ട് ലോകത്തിന്റെ മനസാക്ഷിയിലേക്കാണ് ബംഗാളി സംവിധായകനായ സുദീപ്തോ സെൻ ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം തുറന്നുവെച്ചത്. ചിലരുടെ നിഗൂഢമായ തന്ത്രങ്ങളുടെ മോഢം പൊളിച്ചെടുക്കുന്ന കേരള സ്റ്റോറിയുടെ വിവരണങ്ങൾ കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ ഇവർ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ഇടതു വലത് നേതാക്കന്മാർ ഒരുപോലെ സിനിമ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി. സാക്ഷാൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് കേരള സ്റ്റോറി എന്ന സിനിമ സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് എന്നായിരുന്നു. സിനിമ കോടികൾ കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ ഹിറ്റായി. എന്നാൽ പരസ്യദാതാക്കളെ പിണക്കി കഞ്ഞികുടി മുട്ടിക്കാൻ താല്പര്യമില്ലാത്ത മാധ്യമങ്ങൾ അതെല്ലാം മനഃപൂർവ്വം തമസ്കരിച്ചപ്പോൾ വലിയ ചർച്ചയാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ 2023 സമ്മർ ക്യാമ്പിൽ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത കേരള സ്റ്റോറിയെ റെഫറൻസ് ആക്കിയതോടെ ഉപജാപകക്കാരുടെ ലക്ഷ്യങ്ങൾ വീണ്ടും പാളുകയും കേരള മാസകലം അത് ചർച്ചയാവുകയും ചെയ്തു. അന്നും സിനിമയെടുത്തവരെക്കാൾ അത് പ്രദർശിപ്പിച്ച കത്തോലിക്ക സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഭരണഘടനയുടെ സ്വാതന്ത്ര്യം വാഴുന്ന ഇന്ത്യയിലെ ചില അച്ചാരപ്പറ്റികളായ മാധ്യമങ്ങൾ ശ്രമിച്ചത്. എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നത് സാക്ഷാൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനായിരുന്നു. In India, the word love jihad is coined. It may not be sounding all that politically correct, but the Christian community in Kerala is speaking out. If you would say that the BJP is speaking out or our ideological family saying it, you would say it is an extreme right-wing politics.
But no, there is a real decades suffered problem, lived problem, in which very many families have lost their girl children to these kind of forces. ലവ് ജിഹാദ് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഭീകര പ്രവർത്തനമാണ് എന്നും അത് ഭാവനയല്ല യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നും BJP ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അത് വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിലേക്കാണ് ക്രൈസ്തവ സഭകൾ അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട സഹനങ്ങൾ ഇറക്കി വെച്ചത് എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും PC ജോർജിനെ അകത്തിട്ട് പൂട്ടാമെന്ന് കരുതി വീണ്ടും കളത്തിൽ ഇറങ്ങിയവർക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അവർക്ക് ഒരിക്കലും ചർച്ചയാകരുതെന്ന് ആഗ്രഹിച്ച ലവ് ജിഹാദ് വീണ്ടും ഇപ്പോൾ ചർച്ചകളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം തോട്ടിൽ എറിഞ്ഞിട്ട് അച്ചാരപ്പറ്റികളായി തരം താണുപോയ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു ചാനലിൽ ചർച്ച നിയന്ത്രിച്ച സ്ത്രീ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ അലറി വിളിച്ചുകൊണ്ടാണ് ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അവരുടെ ചാനലിന്റെ അന്തർദേശീയ പ്രതിനിധിയുടെ മുഖത്ത് നോക്കിയായിരുന്നു നിർമ്മല സീതാരാമൻ നല്ല വെടിപ്പൻ ഇംഗ്ലീഷിൽ ലവ് ജിഹാദിനെ അരക്കിട്ട് ഉറപ്പിച്ചത്. എന്നിട്ടും ഇവർക്കൊന്നും ഇപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് തെളിയിക്കാൻ നടത്തുന്ന ഈ പ്രാണപരാക്രമങ്ങൾ കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് എന്ന് മറന്നുപോകരുത്. ചില ചർച്ചകളിൽ പങ്കെടുത്ത വലത് രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദും രാഷ്ട്രീയ നിരീക്ഷകനായ അമൽ സിറിയക്കും കൃത്യമായ തെളിവുകളോടെ പ്രണയക്കണിയെ സ്ഥിരീകരിച്ചത് കേട്ട് പ്രതിരോധത്തിന്റെ ചീട്ടുകൊട്ടാരം കെട്ടിയവർക്ക് മറുപടിയില്ലാതെ കേട്ടിരിക്കേണ്ടി വരികയാണുണ്ടായത്. പല ലവ് ജിഹാദ് കേസുകളിലും ഇരകളായ പെൺകുട്ടികൾക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്ത പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് KC എൽദോ ഷെക്കേന TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. 18 അല്ലെങ്കിൽ ടീനേജ് മുതൽ ഒരു ലേറ്റ് 20s വരെയുള്ള പീരീഡിലുള്ള കുട്ടികളാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനത്തിനെ മനസ്സിലായി. കുട്ടികൾ അവർക്ക് ഒന്നിനും ഒരു കുറവില്ല, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നുള്ളൊരു ഫീല് കൊടുത്താണ്. പിന്നെ അതുകൂടാതെ സ്നേഹം, ഭാര്യയ്ക്കൊരു സ്നേഹം കൊടുക്കുന്നു എന്നുള്ള ഫീല്, അത് യഥാർത്ഥമാണല്ലോ എന്നുള്ളതൊക്കെ വളരെ സംശയകരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഇത്തരം കേസുകളിൽ വരുന്നതിൽ ഈ പയ്യൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവർ അങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷന് വരികയോ അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാമെന്ന് പറയുകയോ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഈ കൺവേർഷനും മതമാറ്റമൊക്കെയാണ് കൂടുതൽ, പ്രണയത്തെക്കാൾ ഉപരിയായിട്ട് മതം ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരല്പം ഭയത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം. ഏതായാലും PC-യെ പുകയ്ക്കാമെന്ന് കരുതി ഓലപ്പാമ്പുമായി ഇറങ്ങിയവരുടെ മുന്നിലേക്ക് കേരള സഭയിലെ ധീരന്മാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതോടെ മതതീവ്ര നിലപാടുള്ളവരുടെ ഏറാൻമൂളികളായ ഇടതു വലത് രാഷ്ട്രീയക്കാർ അപകടം മണക്കുകയും ഫ്രെയിമിൽ നിന്ന് അവർ നൈസായി തന്നെ സ്കൂട്ടാവുകയും ചെയ്തു. ഇത്രയും കാലം ഉരച്ചു പേടിപ്പിക്കാമെന്ന് വിചാരിച്ചതുപോലെ ഇനിയും പേടിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല എന്ന ധീരമായ നിലപാടിൽ ക്രൈസ്തവ സഭ ഉറച്ചു നിന്നതോടെ ചന്ദ്രകാസം ഇളക്കിക്കൊണ്ട് വന്നവരെല്ലാം പിൻവാങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ കേസ് അവിടം കൊണ്ട് ഇനി തീരാൻ പോകുന്നില്ല. SDPIയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയക്കണിയിലൂടെ മതം മാറ്റപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും അന്വേഷണം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. കുറച്ചുപേരെ എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ ആകില്ലെന്ന യാഥാർത്ഥ്യം ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കപ്പെടുകയാണെന്ന് മറന്നുപോകരുത്. നീണ്ട 3 പതിറ്റാണ്ടുകൾ ബ്രിട്ടനിലെ സാധാരണക്കാരായ 1400ഓളം പെൺകുട്ടികളെ പ്രണയത്തിലൂടെ ചതിയിൽപ്പെടുത്തി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഗ്രൂമിംഗ് ഗ്യാങ് സീരിയൽ റേപ്പ് കേസുകളിൽ വളരെ വിവാദമായ പശ്ചാത്തലമുണ്ടായിരുന്നു. അത്തരം തിന്മകളെ കണ്ണടച്ച് നോക്കി നിൽക്കാൻ മാത്രമേ ബ്രിട്ടീഷ് പോലീസിന് കഴിഞ്ഞുള്ളൂ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ നടത്തിയ ആ പീഡനത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രചണ്ഡമായ ചർച്ചകൾ നടത്തിയിട്ടും വോക്കിസ്റ്റ് നിലപാടുള്ള ലേബർ പാർട്ടി സർക്കാരുകൾ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയ രാജാവ് എലൺ മസ്കും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസുമൊക്കെ പങ്കെടുത്ത ചർച്ചയോടെ അത് വീണ്ടും വിവാദമാകുകയും ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ അന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ടത് UK-യിൽ നടന്ന ഗ്രൂമിംഗ് ഗ്യാങ് പീഡനവും കേരളത്തിൽ
ലവ് ജിഹാദ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയക്കെണികളും ഒരേ പാറ്റേണിൽ തന്നെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ വേട്ടക്കാർ ഒരേ പാറ്റേണിൽപ്പെട്ടവരാണ് എന്നും ഇരകളെല്ലാം വേറൊരു പാറ്റേണിൽ ഉള്ളവരാണ് എന്ന കാര്യവും ഇതിന് ആഗോള പിന്തുണയും സാമ്പത്തിക പാക്കേജുകളും നൽകി ചിലർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നിസാരമായി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. ഇത് രണ്ടിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ശക്തികൾ തന്നെയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഗ്രൂമിംഗ് ഗാങ് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ഇതിൽ രണ്ടിലുമുള്ളത്. കേരളത്തിലെ പ്രണയക്കെണിയിലാകട്ടെ മതം മാറ്റി അവളുടെ എല്ലാ നൈസർഗിക നന്മകളെയും തരിപ്പണമാക്കിയാണ് കാര്യങ്ങൾ തീർപ്പാക്കുന്നത്. ഇത്തരം എല്ലാ കേസുകളിലും ഇവരുടെ കൂട്ടുകാരിയായ ഒരു പെൺചിലന്തിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന ഈ പെൺചിലന്തി അവളുടെ വിശ്വാസം ആർജിച്ചെടുത്തതിന് ശേഷം ആൺ സുഹൃത്തിനെ സീനിൽ ഇറക്കി അവൾക്ക് മയക്കുമരുന്ന് നൽകി കെണിയിൽപ്പെടുത്തി അവളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നടന്നുകൊണ്ടിരുന്ന കാര്യം. ചുരുക്കി പറഞ്ഞാൽ പ്രണയമല്ല, മറിച്ച് സൗഹൃദത്തിലൂടെ വിശ്വാസം ആർജിച്ചെടുത്തിട്ട് ഇവിടെ നടമാടുന്നത് വലിയ ചതിയായിരുന്നു. ഇവിടെയാണ് അന്വേഷണം അനിവാര്യമായിരിക്കുന്നത്. അതിന് അധികാരികളും പരാതികളും തെളിവുകളും നൽകുവാൻ ഇരകളും തയ്യാറാകാതെയും വരുന്ന കാലത്തോളം ഈ മാരകമായ തിന്മ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ലഹരിക്കണിയും പ്രണയക്കണിയും വീണ്ടും ചർച്ചയിൽ എത്തിയിരിക്കുമ്പോൾ കാര്യങ്ങളുടെ ബോധവൽക്കരണത്തിന് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന സഭാ നേതാക്കന്മാർക്ക് ഒപ്പം സമൂഹത്തിലെ മാതാപിതാക്കന്മാർ ശക്തമായി ഉറച്ചു നിൽക്കേണ്ടതാണ്. മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കലർത്തിക്കൊണ്ട് സമൂഹത്തിൽ കടുത്ത ചിദ്രിപ്പും ഭിന്നതയും ഉണ്ടാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ ശിഥിലമാക്കാനും അതിന്റെ അന്തസത്ത നശിപ്പിക്കാനുമായി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പൗരന്മാർ രംഗത്ത് വന്നാൽ മാത്രമേ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പൗരന്മാരുടെ സമാധാനപരമായ ജീവിതത്തെയും ഉറപ്പാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തിരിക്കേണ്ടതാണ്. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.